ഉദ്ഘാടന ചിത്രം സ്വാമി അയ്യപ്പൻ 1976 എല്ലാ വിഭാഗം ആളുകളും ഇതിൽ പരിഗണിക്കണം എന്നുള്ളതാണ്. എനിക്കൊരു 5 വയസ്സൊക്കെ ഉള്ളൂ. തേക്കിൻ്റെ കാലാണ് ഇതിൻ്റെ തൂണ്. നമസ്കാരം സുഹൃത്തുക്കളെ, കേരള ടൂഡേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ എടപ്പാൾ എന്ന സ്ഥലത്തുള്ള ഗോവിന്ദ സിനിമാസിലേക്കാണ്. അപ്പോൾ നമ്മുടെ ഗോവിന്ദ സിനിമാസ് പ്രവർത്തിക്കുന്നത്, നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നേരെ ഹൈവേ കാണാം. ഈ ഹൈവേ എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലേക്ക് പോകുന്ന ഹൈവേ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ തിയേറ്റർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ തിയേറ്ററിൻ്റെ കവാടത്തിലാണ് നിൽക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് ടാറൊക്കെ ചെയ്ത് ഇൻ്റർലോക്കൊക്കെ ചെയ്തുള്ള അടിപൊളി സെറ്റപ്പ് ഇവിടെ കാണാം. 2 വീലറിനും 4 വീലറിനൊക്കെ സെപ്പറേറ്റ് പാർക്കിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഗോവിന്ദ സിനിമാസ്. നമ്മളേതാ മമ്മൂട്ടിൻ്റെയും മോഹൻലാലിൻ്റെയൊക്കെ പുതിയ സിനിമേൻ്റെ വലിയൊരു പോസ്റ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ തിയേറ്ററിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ വിജയ് ഫാൻ്റെ തിയേറ്ററാണോ സംശയമുണ്ട്, മൊത്തം വിജയിൻ്റെ സ്റ്റിക്കേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പലതരത്തിലുള്ള ഓരോ വർഷത്തിൻ്റെയും 1993, 95 കാലഘട്ടങ്ങൾ മുതൽ ഇന്ന് വരെ 2026 വരെയുള്ള എല്ലാ വിജയ്സിൻ്റെയും പിന്നെ ആ പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർ ഓൺലൈൻ ആപ്പിന് ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു ആപ്ലിക്കേഷൻ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവിധ പുതിയ സിനിമകളുടെയും മോഹിനിയാട്ടം, അതേപോലെ പള്ളിച്ചട്ടം, ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഫിലിമിൻ്റെ എല്ലാവിധ പുതിയ പോസ്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. ഒരുവിധം ഫാൻ ഷോ ഒക്കെ നടക്കുന്നതാണ്. അപ്പോൾ അതിൽ അടിപൊളിയായിട്ട് ടാറൊക്കെ ചെയ്ത് നല്ല ഇൻ്റർലോക്കൊക്കെ ചെയ്ത് നീറ്റ് ആൻഡ് ക്ലീനിൽ കൊണ്ടു നടക്കുന്ന ഒരു തിയേറ്ററാണ് ഗോവിന്ദ സിനിമാസ്. അപ്പോൾ ഗോവിന്ദ സിനിമാസിൻ്റെ ഫ്രണ്ട് ലുക്ക് ഹൈവേ നോക്കുകയാണ്, അടിപൊളിയാണ്. നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഗോവിന്ദ സിനിമാസ് കൊടുത്തിട്ടുണ്ട്. 3D ഡോൾബി അറ്റ്മോസിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. OD1 OD2 അങ്ങനെ 2 സ്ക്രീനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഈ തിയേറ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, സ്ക്രീൻ 1 4K ഡോൾബി അറ്റ്മോസിൽ വർക്ക് ചെയ്യുന്ന സൗണ്ട് സിസ്റ്റവും അടിപൊളി 4K വർക്ക് ചെയ്യുന്ന പിക്ചർ ക്വാളിറ്റിയോട് കൂടെ സിനിമ ആണെന്ന ഒരു സംവിധാനമാണ് നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. പിന്നെ OD2 നമുക്ക് 7.1 വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തിയേറ്ററിൻ്റെ ഉള്ളത്തെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ തിയേറ്ററിൻ്റെ കോംപ്ലക്സിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ നമ്മുടെ മലയാള സിനിമയുടെ പഴയകാല അനശ്വര കലാകാരന്മാരുടെ ഫോട്ടോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിക്ചർ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് നസീർ സാർത് കാണാം, അതേപോലെ തന്നെ സത്യനുണ്ട്, ജയഭാരതി ഉണ്ട്, ജയനുണ്ട്. അങ്ങനെ അനശ്വര കലാകാരന്മാരുടെ ഫോട്ടോസൊക്കെ നല്ല മനോഹരമായിട്ട് ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിന്ന് ഈ തിയേറ്ററിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളങ്ങനെ തിയേറ്ററിൻ്റെ കോംപ്ലക്സിൻ്റെ ഉള്ളിലോട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് 2 രീതിയിൽ സ്റ്റെപ്പ് വഴിയും കയറാം, അതേപോലെ തന്നെ റാമ്പ് ഉണ്ട്. ഇത് നമ്മൾ റാമ്പ് വഴിയാണ് ഇപ്പോൾ കയറി വരുന്നത്. നമ്മൾ റാമ്പ് വഴി നേരെ കയറി വരുന്നത് വെച്ചാൽ ബോക്സ് ഓഫീസിലേക്ക് കേട്ടോ. നമ്മൾ നേരെ കയറി വരുന്നത് ബോക്സ് ഓഫീസിനടുത്ത് തൊട്ടപ്പുറത്ത് ചെറിയൊരു കഫ്റ്റീരിയ നമുക്കിവിടെ കാണാവുന്നതാണ്. ഇവിടെ അത്യാവശ്യം നമുക്കിതാ പെപ്സിയുടെ എല്ലാം കോളയുടെയും എല്ലാം ഉള്ള ഒരു ചെറിയൊരു കൂളർ നമുക്കിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ മൗണ്ടൻ ഡ്യൂ, കൊക്കോ കോള അങ്ങനത്തെ എല്ലാ സംവിധാനങ്ങളും കൊടുത്തിട്ടുണ്ട്. തിയേറ്റർ സിനിമ തുടങ്ങിയിട്ടില്ല. തിയേറ്റർ സിനിമ തുടങ്ങുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് പോപ്കോണും സ്നാക്സും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാവുന്നതാണ്. പിന്നെ നമുക്കിതാ സിനിമ ടിക്കറ്റ് എടുക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ സിനിമ ടിക്കറ്റ് എടുത്തതിന് ശേഷം വിശ്രമിക്കാൻ പാകത്തിലുള്ള നല്ലൊരു സോഫ സെറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മാനേജ്മെൻറ്റ്. അപ്പം നല്ലൊരു കംഫർട്ടായിട്ടിരുന്ന് നമുക്കിവിടെ നമ്മളെ വിലയേറിയ സമയം നമുക്കിവിടെ ചിലവഴിക്കാവുന്നതാണ്. പിന്നെ അതേപോലെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ടിക്കറ്റ് ബോക്സ് ഓഫീസ് ഇവിടെ കാണാവുന്നതാണ്. അടിപൊളിയായിട്ട് ടൈലൊക്കെ കൊടുത്ത് മനോഹരമാക്കി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഫിലിമിൻ്റെ എല്ലാ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 2 കൗണ്ടറുണ്ട്. OD1 OD2 2 കൗണ്ടറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം നമുക്കിവിടെ OD1 ഡയമണ്ട് സർക്കിൾ 105 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് കൂടുതൽ വിശദമായ വിവരങ്ങൾ ഉള്ളിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഗോവിന്ദ സിനിമാസിലെ OD1 എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ പുറകിൽ കാണുന്ന അടിപൊളി അതിമനോഹരമായ വിശാലമായ ഒരു ഓഡിറ്റോറിയമാണ് OD1 എന്ന് പറയുന്നത്. നമ്മൾ തിയേറ്ററിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിനിമ കാണാനുള്ള ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഗോവിന്ദ സിനിമാസിൽ OD1 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സീറ്റുകളുടെ പുഷ് ബാക്ക് സീറ്റുകളുടെ ലെഗ് സ്പേസ് ഒക്കെ നമുക്ക് അടിപൊളി ലെഗ് സ്പേസ് ഇവിടെ മാനേജ്മെൻറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ സീറ്റിൻ്റെ കംഫർട്ടും ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും വന്നിട്ട് നമുക്ക് ഫിലിം കാണാൻ പറ്റിയൊരു അന്തരീക്ഷമാണ് ഈ ഗോവിന്ദ സിനിമാസിൽ OD1 ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ അതിമനോഹരമായ ഈ ഓഡിറ്റോറിയത്തിൽ നമുക്ക് അടിപൊളിയായിട്ട് സീറ്റുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ. അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം, ഒരു സാധാരണക്കാരന് വന്ന് സിനിമ കാണാൻ ഒരു ഫാമിലിയോട് കൂടി 4, 5, 6 ഉള്ള ആൾക്കാർക്ക് ഒരു ഫാമിലിയിൽ നിന്ന് നമുക്കൊരു സിനിമ കാണാൻ വരുമ്പോൾ നല്ല എമൗണ്ട് ആകുന്നതാണ് ഭക്ഷണത്തിൽ കഴിക്കുന്നതോടുകൂടി തന്നെ തിയേറ്ററിൽ വന്ന് സിനിമ കാണുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു മാതൃകയായിട്ടാണ് നമ്മുടെ ഈ ഗോവിന്ദ സിനിമാസിൽ നമുക്ക് മാനേജ്മെൻറ്റ് ഒരുക്കിയിരിക്കുന്നത്. 105 രൂപയ്ക്ക് നമുക്ക് ടിക്കറ്റ് ചാർജ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നുണ്ട്. 105 രൂപയ്ക്ക് നമുക്ക് സിനിമ കണ്ട്
മനസ്സംതൃപ്തിയോടുകൂടി നമുക്ക് വീട്ടിലേക്ക് പോകാം. ഏറ്റവും ഫ്രണ്ടത്തെ റോ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് മുതലുള്ള റോ എന്ന് പറയുന്നതാണ് 105 രൂപയുടെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഫാമിലി ഒരു പ്ലാനിങ് എന്ന് പറയുന്ന രീതിയിൽ തന്നെ ഫാമിലി സീറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 130 രൂപ ടിക്കറ്റ് ചാർജിലാണ് ഫാമിലി സീറ്റുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ റിക്ലൈനർ സീറ്റുകളുണ്ട് കേട്ടോ. ഏറ്റവും പുറകിൽ 250 രൂപ ടിക്കറ്റ് ചാർജിൽ വരുന്ന റിക്ലൈനർ സീറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ ഓഡിയോണിലെ സൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഡോൾബി അറ്റ്മോസിൽ വർക്ക് ചെയ്യുന്ന സൗണ്ട് സിസ്റ്റമാണ് കേട്ടോ. അതിന് സപ്പോർട്ട് ചെയ്യുന്ന സ്പീക്കർ എന്ന് പറയുന്നത് 18 സൗണ്ട് ഇറ്റലി എന്ന് പറയുന്ന കമ്പനിയുടെ സ്പീക്കേഴ്സാണ്. 32ഓളം സ്പീക്കേഴ്സാണ് ഈ ഓഡിറ്റോറിയത്തിൽ മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി 2 സബ് വൂഫറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ 18 സൗണ്ട് ഇറ്റലി എന്ന് പറയുന്നത് 1997 ഇറ്റലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്രമുഖ ബ്രാൻഡാണ് കേട്ടോ. സിനിമാ മേഖലയിലേക്കും അതേപോലെ തന്നെ പല മേഖലയിലേക്കും കൊടുത്തിരിക്കുന്ന മൾട്ടി ബ്രാൻഡഡ് സ്പീക്കേഴ്സിന് കൊടുത്തിരിക്കുന്ന ഒരു അടിപൊളി ബ്രാൻഡ് നെയിമാണ് 18 സൗണ്ട് ഇറ്റലി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തിയേറ്ററിൽ ഇഷ്ടപ്പെട്ട ടെംപ്ലേറ്റ് ചൂസ് ചെയ്ത് ബുക്ക് ചെയ്യൂ. ഈ ഓഡിറ്റോറിയത്തിലെ സ്ക്രീൻ സൈസ് നോക്ക്, നല്ല കർവ് മോഡൽ സ്ക്രീനല്ല ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് 40 അടിയോളം വലുപ്പത്തിൽ വരുന്ന നല്ലൊരു സിൽവർ സ്ക്രീനാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ലോജിസ്റ്റിക്, കാർഗോ, ട്രാവൽ ഏജൻസി തുടങ്ങിയ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള കോഴ്സുകൾ, BBA വിത്ത് ഏവിയേഷൻ, BCom വിത്ത് എയർലൈൻ അക്കൗണ്ടിംഗ്, കൂടാതെ ഏവിയേഷൻ, ട്രാവൽ ആൻഡ് ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, ലോജിസ്റ്റിക്സ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിലെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ബാർക്കോൻ്റെ 4K 19B എന്ന് പറയുന്ന ഒരു അടിപൊളി പ്രൊജക്ടറായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ 4K പ്രൊജക്ടർ, ബാർക്കോൻ്റെ 4K പ്രൊജക്ടർ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി മൾട്ടി ബ്രാൻഡ് പ്രൊജക്ടറാണ്. നല്ല ക്ലാരിറ്റി ആട്ടോ ഫിലിം കാണുന്ന സമയത്ത്. അപ്പം ഇടത്തരം സിനിമാ ഹാൾ മുതൽ വലിയ സിനിമാ ഹാൾ വരെ ഈ 4K ബാർക്കോ 19DPK 19B എന്ന് പറയുന്ന പ്രൊജക്ടർ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. 19 മീറ്ററോളം വലുപ്പത്തിൽ വരുന്ന സ്ക്രീന് വരെ നമുക്ക് സപ്പോർട്ട് ചെയ്യും. 4K 19B എന്ന് പറഞ്ഞ പ്രൊജക്റ്റിൽ DPK 4K 19 എന്ന് പറഞ്ഞ പ്രൊജക്റ്റിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. 19 മീറ്റർ എന്നൊക്കെ ഉദ്ദേശിക്കുമ്പം ഏകദേശം 62 അടിയോളമാണ് സ്ക്രീനിൻ്റെ വലിപ്പം വരുന്നത്. അത്രയും വലിയ ഹാൾ വരെ ഈ പ്രൊജക്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ ഒരു ഹൈ പെർഫോമൻസ് പ്രൊജക്ടറാണ്, 4K പ്രൊജക്ടറാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 4096x2160 എന്ന റെസൊല്യൂഷനാണ് ഇതിൻ്റെ 4K പ്രൊജക്ടർ വർക്ക് ചെയ്യുന്നത്. 4K DCI എന്നാട്ടോ ഇതിന് പേര് വിളിക്കുന്നത്. ഈ DCI എന്ന് വെച്ചാൽ ഡിജിറ്റൽ സിനിമ ഇനീഷ്യേറ്റീവ് എന്ന് പറയും. ഇതൊരു ശരിക്കും നമുക്ക് പ്രമുഖ ഒരു മൾട്ടി ബ്രാൻഡഡ് എന്ന് പറയുന്നത് ഹോളിവുഡ് സ്റ്റുഡിയോകളുണ്ടല്ലോ, അവരൊക്കെ ചേർന്നുണ്ടാക്കിയ ഒരു സംഘടനേൻ്റെ പേരാണ് DCI, ഒരു കൂട്ടായ്മയുടെ പേരാണ് DCI എന്ന് പറയുന്നത്. ഈ പ്രൊജക്ടറിൽ ശരിക്കും ഇതിന് ലുമിനസ് എന്ന് പറയുന്നത് 19,000 ലുമിനസാണ് വരുന്നത്. 3 kW വർക്ക് ചെയ്യുന്ന സെനോൺ ലാമ്പുകളാട്ടോ ഇതിൽ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ കോൺട്രാക്റ്റേഷൻ എന്ന് പറയുന്നത് 1850:1 എന്ന രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ തിയേറ്ററിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ, സ്ക്രീനിൻ്റെ ഏറ്റവും ഫ്രണ്ടിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് സ്ക്രീൻ വരുന്നത്. നല്ല കർവ് മോഡൽ സ്ക്രീനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്പീക്കേഴ്സൊക്കെ ഇതിനുള്ള കേട്ടോ. ഇതിൻ്റെ സ്ക്രീനിൻ്റെ പുറകിൽ നമുക്ക് സ്പീക്കേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഫയർ ആൻഡ് സേഫ്റ്റീൻ്റെ പണ്ടൊക്കെ തിയേറ്ററിൽ കണ്ടത് നമ്മൾ തീയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ മണലൊക്കെ വരിയറിയില്ലേ, അതിൻ്റെ ബക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ സംവിധാനങ്ങളൊന്നും ഇപ്പോൾ നിലവിലില്ല. അതിന് പകരം പുതിയ സംവിധാനങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എക്സ്റ്റിങ്ക്വിഷറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പം എല്ലാ സ്ഥലങ്ങളിലും ഈ എക്സ്റ്റിങ്ക്വിഷറൊക്കെ വേണം, എന്നാലും നമുക്ക് എന്താവുള്ളൂ പെർമിഷൻ തിയേറ്ററിന് പ്രവർത്തിക്കാനുള്ള അല്ലെങ്കിൽ പുതിയ പുതിയ ബിൽഡിങ്ങുകളൊക്കെ പെർമിഷൻ വളരെ നീറ്റ് ആൻഡ് ക്ലീനിൽ മനോഹരമായി കൊണ്ടു നടക്കുന്ന ഒരു ഓഡിറ്റോറിയമാണ് ഓഡിവൺ എന്ന് പറയുന്നത്. അപ്പം ഈ ഗോവിന്ദ സിനിമാസിൽ വന്ന് നിങ്ങളുടെ സിനിമ കണ്ട തിയേറ്റർ എക്സ്പീരിയൻസ് ഇല്ലേ, സൗണ്ട് സിസ്റ്റത്തിൻ്റെ എക്സ്പീരിയൻസും അതുപോലെ പിക്ചർ ക്വാളിറ്റി എന്നൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമസ്കാരം, ഞാൻ മലപ്പുറം ജില്ലയിലെ എടപ്പാൾ ഗോവിന്ദ സിനിമാസിലെ മാനേജറാണ്. ഞാനൊരു 2013 മുതലാണ് ഞാനിവിടെ മാനേജറായിട്ട് വന്നിട്ടുള്ളത്. തിയേറ്റർ കുറച്ച് കാര്യങ്ങൾ പൊതുജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. നമ്മൾ ഈ തിയേറ്റർ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്നത് 2/12/1976 അന്നത്തെ ഉദ്ഘാടന ചിത്രം സ്വാമി അയ്യപ്പൻ. ഈ തിയേറ്റർ ജില്ലയിലെ C ക്ലാസ് തിയേറ്ററായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. ആദ്യകാല റിലീസുകളൊന്നും ഉണ്ടായിരുന്നില്ല. 2015 ഓഗസ്റ്റ് 28 ഈ തിയേറ്റർ രണ്ടാമത് AC ആയിട്ട് റിനോവേറ്റ് ചെയ്യുന്നത്. വലിയ തിയേറ്ററിൽ 290 ആണ് കപ്പാസിറ്റി, ചെറുതിൽ 143. വലിയ തിയേറ്ററിലെ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ 19B ബാർക്കോ 4K അറ്റ്മോസാണ്. സ്ക്രീൻ 2 അതായത് OD2 വരുന്ന പ്രൊജക്ഷൻ NEC 900 7.1 സറൗണ്ടാണ്. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2 സ്ക്രീൻ മാറ്റിയിട്ട് ഹാർക്കിൻസിൻ്റെ ഹ്യൂഗാണ് ഇവിടെ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ തിയേറ്റർ നിൽക്കുന്നത് നമ്മളെ ഹൈവേ തന്നെയാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഹൈവേനോട് ചേർന്നുള്ള തിയേറ്ററുകൾ വളരെ കുറവായിരിക്കും. അപ്പോൾ ലാൻഡിൽ 10-35 ലക്ഷം രൂപ വരെയുള്ള ലാൻഡിലാണ് നിൽക്കുന്നത്. ഒരു 1.5 ഏക്കർ സ്ഥലമുണ്ട്. അതുകൊണ്ട് പാർക്കിങ്ങിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഭാവിയിൽ 2 സ്ക്രീൻ പണിതാൽ പോലും അത്രയും ജനങ്ങൾ 1000-1500 വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്.
പൊതുവെ പറയാനുള്ളത് തിയേറ്ററുകളുടെ ഒരു ഫെസിലിറ്റി കൂടുമ്പോൾ പൊതുവെ എല്ലാ സ്ഥലങ്ങളും ടിക്കറ്റ് ചാർജ് ഭീമമായിട്ട് കൂടാറുണ്ട്. കാരണം ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള റിട്ടേൺ എല്ലാവരും പ്രതീക്ഷിക്കുമല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇപ്പോഴും 105 രൂപയിലാണ് ഇപ്പോഴും പടം ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ കൂട്ടിയിട്ടില്ല. ഭാവിയിൽ കൂട്ടേണ്ടി വരുമെന്ന് അറിയില്ല. എന്തായാലും അത് ആ രീതിയിൽ തന്നെ കൊണ്ടുപോകുക. കാരണം നമ്മളെന്താ ഇതിലൊരു പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാ വിഭാഗം ആളുകളെ ഇതിൽ പരിഗണിക്കണം എന്നുള്ളതാണ്. VIP മാത്രം പോരല്ലോ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇടത്തരക്കാരും സാധാരണക്കാരുമാണ് സിനിമ കൂടുതൽ കാണുന്നത്. അവരെയും കൂടി പരിഗണിച്ചുകൊണ്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പറയുകയാണെങ്കിൽ പഴയ കാലത്ത് ഇപ്പോൾ 76 തുടങ്ങിയ കാലത്ത് എനിക്കൊരു അന്ന് 5 വയസ്സൊക്കെ ഉള്ളൂ. ആ കാലഘട്ടത്തിലൊക്കെ തേക്കിൻ്റെ കാലാണ് ഇതിൻ്റെ തൂണിൽ ആണ് ഇതിൻ്റെ ഇപ്പോഴത്തെ പില്ലറിന് ഒരു തൂണാണ് മരത്തിൻ്റെ കാലം. ഏകദേശം തിയേറ്ററിൻ്റെ ഒരു കാൽഭാഗം സൈഡിൽ വന്നിരിക്കും. ഒരു പക്ഷേ ടിക്കറ്റ് എടുത്താൽ ചിലപ്പോൾ നേരെ തൂണിൻ്റെ മുന്നിലാണ് പോയിട്ട്. അങ്ങനെയുള്ള എന്നാലും അത്രയും കഷ്ടപ്പെട്ട് പടം കാണുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീട് അത് മാറ്റി ഇരുമ്പിൻ്റെ ഡ്രസ്സായി. അപ്പോൾ തൂണ് ഒഴിവായി കിട്ടി. അപ്പോഴും പക്ഷേ ഒരു ഗുണം എന്താ വെച്ചാൽ ഓല തിയേറ്ററിൽ പടം കാണാൻ പ്രത്യേക സുഖമാണ്. കാരണം ഒന്നാമത് ചൂട് വളരെ കുറവാണ്, സൗണ്ട് പക്കയായിരിക്കും. പിന്നെ ജില്ലയിലെ തിയേറ്ററുകളെ കത്തിക്കുന്നൊരു വിഷയം സിഗരറ്റ് ബോംബ് വെച്ചിട്ടൊരു എന്താണ് പറയുക സിമി എന്നുള്ള സംഘടന തിയേറ്റർ കത്തിക്കലിന് മുന്നിലായി. കാരണം സിനിമ ഹാൾ വേണ്ടെന്നില്ല. അങ്ങനെ ജില്ലയിൽ ഒരുപാട് തിയേറ്ററുകൾ കത്തിപ്പോയി. പല കത്തിപ്പോയ തിയേറ്ററുകളും പിന്നെ റിനോവേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ചിലതൊക്കെ അതുകൂടി അവസാനിച്ച് ഇപ്പോഴും 2500-2700 സ്ക്രീൻ ഓൾ കേരള ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു 600-650 സ്ക്രീനുള്ളൂ. അതിന് പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ തിയേറ്ററുകൾ ഭൂരിഭാഗവും എന്താ വെച്ചാൽ ഈ ഫാമിലി പ്രോപ്പർട്ടി ആയിരിക്കും. ലാൻഡ് വാല്യൂ വലിയൊരു ഘടകമാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പല ഗോവിന്ദൻ നിൽക്കുന്ന ലാൻഡ് വാല്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് തിയേറ്റർ ബിസിനസ് ശരിക്കും നഷ്ടമാണ്. അപ്പോൾ ആ ലാൻഡ് വാല്യൂ പിന്നെ കൂട്ടസ്വത്ത് ഇതൊക്കെ വരുമ്പോൾ പിന്നെ അങ്ങനെ ഡിസ്പ്യൂട്ട് വന്നിട്ട് ഒരുപാട് തിയേറ്ററിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ പല സ്ഥലങ്ങളും C ക്ലാസ് D ക്ലാസ്സുള്ള സ്ഥലങ്ങളൊക്കെ പുതുതായിട്ട് തിയേറ്ററിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ഏപ്രിൽ മാസം എന്തായാലും സിനിമയ്ക്ക് വലിയൊരു ഗുണമാണ് കിട്ടിയില്ല. കാരണം വാഴ എന്നുള്ള പടം ചരിത്രത്തിൽ വലിയൊരു വിജയമാണ്. കേരളത്തിലെ എല്ലാ തിയേറ്ററുകളും ഇപ്പോഴും ഫുള്ളായിട്ട് പോകണം. അതിന് കൂടെ വന്ന മോഹിനിയാട്ടം അത് ഗംഭീര കളക്ഷനാണ്. പള്ളിച്ചട്ടമ്പി അതും ഓക്കെയാണ്. എല്ലാ പടങ്ങളും നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെക്കേഷൻ പൊതുവെ ഇനി വരാൻ പോകുന്ന പടങ്ങളൊക്കെ പാട്രിയോട്ട് വരുന്നുണ്ട്. മമ്മൂട്ടി, മോഹൻലാൽ, ഒരുപാട് ഫഹദ്, കുഞ്ചാക്കോളുള്ള പടങ്ങൾ വരുന്നുണ്ട്. അതിന് കൂടെ മോഹൻലാലിൻ്റെ ദൃശ്യം 3 വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏപ്രിൽ മെയ് ഒക്കെ മിക്കവാറും എല്ലാ പടങ്ങളും വരാൻ പോകുന്ന എല്ലാ പടങ്ങളും ഹിറ്റാണ്. അപ്പോൾ ഈ 2 മാസം കൊണ്ട് തന്നെ ഒരുവിധം എല്ലാ പ്രശ്നങ്ങളും തിയേറ്ററുകാർക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ അവസാനിക്കും. പബ്ലിക്കായിട്ട് നമുക്ക് നല്ല ബന്ധമാണ്. കാരണം ഇപ്പോൾ നമ്മൾ FBയിലും ഇൻസ്റ്റയിലൊക്കെ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ എൻ്റെ കോൺടാക്ട് നമ്പർ ഉണ്ടാവും. ആര് വിളിച്ചാലും നമ്മൾ ഫോൺ എടുക്കാറുണ്ട്. ഫോൺ ബുക്കിംഗ് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു ഫോൺ ബുക്കിങ്ങിൽ 10 രൂപയെ ചാർജ് അഡീഷണൽ വരുള്ളൂ. അപ്പോൾ ഈ മറ്റേ നമ്മൾ എന്താ പറയുക ഇൻ്റർനെറ്റ് ബുക്കിങ്ങൊക്കെ നെറ്റ് ബുക്കിങ്ങൊക്കെ എടുക്കുമ്പോൾ നല്ല ചാർജ് 27, 28, 30, 35 വരെ കസ്റ്റമറിന്ന് ഈടാക്കുന്നുണ്ട്. അപ്പോൾ ഒരുവിധ ആളുകളൊക്കെ വിളിച്ചാൽ നമ്മൾ പരമാവധി ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള പറ്റിയ സൗകര്യങ്ങൾ പിന്നെ പബ്ലിക്കായിട്ട് നമുക്ക് നല്ലൊരു ബന്ധങ്ങളുണ്ട്. ഈവൻ ഫാൻസുമായിട്ട് നല്ല ബന്ധം. എല്ലാ ഫാൻസിനും പൂർണ്ണ സപ്പോർട്ട്. അപ്പോൾ ഈവൻ ലാലേട്ടൻ ഫാൻസ്, പിന്നെ നമ്മളെ സൂര്യ ഫാൻസ്, വിജയ് ഫാൻസ്, ഇവർക്കൊക്കെ മമ്മൂക്ക ഫാൻസ്, ഇവർക്കൊക്കെ തിയേറ്ററിൽ പ്രത്യേക ഒരു പരിഗണന ഉണ്ട്. അതുകൊണ്ട് ഫാൻസിന് ഉള്ള എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് അവരുടെ സപ്പോർട്ടും നമുക്ക് മാക്സിമം കിട്ടുന്നുണ്ട്. നമ്മളങ്ങനെ ഗോവിന്ദ സിനിമാസിൻ്റെ സ്ക്രീൻ 2 എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് സ്ക്രീൻ 2 എന്ന് പറയുന്നത്. ഏകദേശം 143ഓളം സീറ്റുകൾ, ബ്ലാക്ക് കളറുള്ള സീറ്റുകൾ കൊണ്ട് അടിപൊളിയാക്കിയ ഒരു ഓഡിറ്റോറിയമാണ് വരുന്നത് കേട്ടോ. 7.1 ഡോൾബിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ശബ്ദ സംവിധാനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓഡിറ്റോറിയമാണ് ഈ ഗോവിന്ദ സിനിമാസിലെ ഓഡി 2 എന്ന് പറയുന്നത്. നിലവിൽ ഓഡിറ്റോറിയം 2-ൽ NECയുടെ പ്രൊജക്ടറായിട്ട് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ടിക്കറ്റ് ചാർജ് 105 രൂപയ്ക്ക് നമുക്ക് സിനിമ കണ്ടുപോകാം. നല്ലൊരു ഫാമിലി ഓഡിറ്റോറിയമാണ്, ചെറിയൊരു ക്യൂട്ടായ ഒരു ഓഡിറ്റോറിയമാണ്. അതേപോലെ തന്നെ പുതിയൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ക്രിസ്റ്റിയുടെ 2K ലേസർ പ്രൊജക്ഷൻ ഇവിടെ പുതുതായിട്ട് വരുന്നുണ്ട്. ഗോവിന്ദ സിനിമാസിലെ സ്ക്രീൻ 1ൻ്റെ സ്ക്രീൻ 2ൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ? അടിപൊളിയായിരുന്നില്ല വീഡിയോ. അപ്പം ഇടപ്പാൾ ഭാഗത്തുള്ളവർക്കും അതേപോലെ തന്നെ ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്കും മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ ഗോവിന്ദ സിനിമാസ് നിങ്ങൾ തീർച്ചയായും തിരഞ്ഞെടുക്കാവുന്നതാണ്. തന്നെ ഇവിടെ വന്ന് സിനിമ കണ്ട നിങ്ങളുടെ തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ KL2 Diaries സൈനിങ് ഓഫ്.